ക്വിസ് ബീറ്റ് മലയാളത്തിലേക്ക് എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്വാഗതം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ്? ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ ദേശീയ പതാക സാധാരണയായി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ത്രിവർണ പതാക. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. ദേശീയ പതാകയിലെ മുകളിലെ കാവി നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ധീരതയും ത്യാഗവും. ദേശീയ പതാകയിലെ നടുവിലുള്ള വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനവും സത്യവും. ദേശീയ പതാകയിലെ താഴെയുള്ള പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഐശ്വര്യവും സമൃദ്ധിയും. ദേശീയ പതാകയുടെ നടുവിലുള്ള ചക്രത്തിൻ്റെ പേരെന്ത്? അശോക ചക്രം. അശോക ചക്രത്തിന് എത്ര കമ്പികളോ ചക്രക്കാലുകളോ ഉണ്ട്? 24. അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? കടും നീല. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? 52 സെക്കൻഡ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൽമരം. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം വിളിച്ചോതുന്ന മൃഗം ഏതാണ്? ആന. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? ഹോക്കി. നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ കറൻസി ഏതാണ്? ഇന്ത്യൻ രൂപ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്?
ഡി. ഉദയകുമാർ. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഒക്ടോബർ 2. ഗാന്ധിജി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ബാപ്പുജി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. കുട്ടികളുടെ ദിനം എന്നാണ്? നവംബർ 14. നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതാണ്? റോസാപ്പൂവ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? സി. രാജഗോപാലാചാരി. ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം ഏത്? 1911. ദേശീയ പതാകയിലെ അശോകചക്രം എവിടെയുള്ളതാണ്? സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട്? 4. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ വർഷം ഏത്? 1947. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെ പേരെന്ത്? വിധിയുമായുള്ള അഭിമുഖം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? ഡൽഹി ചെങ്കോട്ടയിൽ. റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര്?
ബാലഗംഗാധര തിലക്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചതാര്? ഭഗത് സിംഗ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഡൽഹി ചലോ ആഹ്വാനം ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? 1930. ഇന്ത്യയിൽ ആദ്യമായി പത്രം ആരംഭിച്ച വ്യക്തി ആര്? ഉത്തരം ജെയിംസ് അഗസ്റ്റ് ഹിക്കി. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1942. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വനിത ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ലോഹമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഐക്യത്തിൻ്റെ പ്രതിമ ആരുടെ സ്മാരകമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത്? 1885. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സത്യമേവ ജയതേ എന്നത് എവിടെ നിന്നെടുത്തതാണ്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി പാടിയത് എവിടെ വെച്ചാണ്? കൽക്കട്ട. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ത്? 3:2. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നോവൽ ഏത്? ആനന്ദമഠം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സർ.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ജനറൽ ഡയർ. ഭഗത് സിംഗിന്റെ ഒപ്പമുള്ള രക്തസാക്ഷികളായ മറ്റ് 2 സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം? രാജ്ഗുരു, സുഖ്ദേവ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ ഇന്ത്യൻ വനിത ആര്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ആദ്യമായി സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് എന്നാണ്? 1930 ജനുവരി 26. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? 1947 ജൂലൈ. സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദ് ഫൗജ് നയിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖ. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏത്? 1931. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് നിലവിൽ വന്ന വർഷം ഏത്? 1939. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി പയ്യന്നൂരിലെത്തിയ പ്രമുഖൻ ആര്? കെ കേളപ്പൻ. ഭാരതീയ അശാന്തിയുടെ പിതാവ് എന്ന് ലോകമാന്യ തിലകനെ വിശേഷിപ്പിച്ചത് ആര്? വാലന്റൈൻ ഷിറോൾ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മൊത്തം സത്യാഗ്രഹികളുടെ എണ്ണം എത്രയായിരുന്നു? 78 പേർ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ പ്രശസ്തമായ ആഹ്വാനം എന്തായിരുന്നു?
പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? JB കൃപലാനി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കേരളത്തിൽ വീരമൃത്യു വരിച്ച ധീര ദേശാഭിമാനി ആര്? വേലുത്തമ്പി ദളവ. 2026 ഇന്ത്യ ആഘോഷിക്കുന്നത് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം. 2026 പുരുഷന്മാരുടെ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. 2026 T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ച ടീം ഏത്? ന്യൂസിലാൻഡ്. 2026 ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റെയിൽവേ സോൺ ഏതാണ്? നോർത്തേൺ റെയിൽവേ. 2026 രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപാധി എന്താണ്? മൊബൈൽ ആപ്പ് അഥവാ ഡിജിറ്റൽ ടാബ്ലറ്റ്. 2026 അന്താരാഷ്ട്ര മാതൃഭാഷാ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ വ്യക്തി ആരാണ്? പ്രൊഫസർ ആനന്ദകുമാർ. 2026 ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്കൂൾ നിലവിൽ വന്ന സംസ്ഥാനം ഏത്? കേരളം. 2026 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിച്ചതായി ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയ ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹൽ. 2026 ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. 2026 ഇന്ത്യയുടെ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യമായി സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ്? ഡൽഹി വാരാണസി. 2026 പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ച പുതിയ ദേശീയ കാമ്പയിൻ്റെ പേര് എന്താണ്? എക്കോ അമൃത് മിഷൻ. 2026 ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച് UPI ഇടപാടുകൾ ഏത് രാജ്യം കൂടിയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത്? ജപ്പാൻ. മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.